പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെള്ളിയാഴ്ച ഇലക്ഷനാണ്. ജുമാ നിസ്കരിക്കണോ വേണ്ടയോ? അടിപൊളി, നല്ല ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി തരുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പണ്ഡിതൻ പേരോട് ഉസ്താദ് തന്നെ പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സുഹൃത്തുക്കളെ, യുവാക്കളെ, ഒരൊറ്റ നിസ്കാരം, ഒരു സിയാറത്ത് കാരണത്താലും, ഒരു പ്രവർത്തനം കാരണത്താൽ, ഒന്നിന്റെ കാരണത്താലും നമ്മൾ ഖളാക്കരുത്. ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇല്ല. എപ്പോഴാ? വെള്ളിയാഴ്ച. കേരളത്തിൽ പോലെ. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅ നഷ്ടപ്പെടുത്തരുത്. ജുമുഅ നഷ്ടപ്പെടുത്താതെ എല്ലാ വോട്ടുള്ളവരും വോട്ട് ചെയ്യണം. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അവകാശം വിനിയോഗിക്കണം. അതേസമയം ഒരൊറ്റ വ്യക്തി ജുമുഅ നഷ്ടപ്പെടുത്താതെ തന്നെ അത് ചെയ്യണം. അതിന് ചെറിയ ക്രമീകരണങ്ങൾ തൊട്ടടുത്തുള്ള മഹൽ, അതായത് നമ്മുടെ അടുത്തടുത്ത പള്ളികളൊക്കെ സമയ നിയന്ത്രണം വരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിക്കാനുള്ള ആ വഴി ഉണ്ടാക്കി കൊടുക്കുക. ആ മഹല്ല് കമ്മിറ്റിക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. തമ്മിലൊക്കെ വേണമെങ്കിൽ നടത്താമല്ലോ. ഏതായാലും ജുമുഅ നിസ്കരിക്കാതെ ആയി പോകരുത്. നമ്മൾ നിസ്കാരത്തിന് വലിയ വില കൽപ്പിക്കണം. നിസ്കാരം അത് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള സംഭാഷണമാണ്. അത് മറ്റൊരു പേരോട് ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? ഇനി സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ജുമാ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അത് അള്ളാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണമാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ നിസ്കാരം ഒന്നിനും തടസ്സമല്ല. ഒരു നിസ്കരിക്കുന്നവനെ, ഒരു ഇസ്ലാം മത വിശ്വാസിക്ക്, ഒരു വിശ്വാസിക്ക് തടസ്സമൊന്നും നിസ്കാരത്തിന് ബാധിക്കുകയില്ല. തടസ്സമൊന്നും നിസ്കാരത്തിന് ബാധിക്കുകയില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.